അങ്ങനെ ഞാനിതാ നമ്മളെടുത്തിരുന്ന ബസുമതി അരി ഞാനിവിടെ വേവിക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായി ഞാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതവിടെ ഇതെല്ലാം ഒന്ന് പൗഡറാക്കിയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. മിക്സി ജാറിലിട്ടിട്ട് പട്ട, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൗഡറാക്കിയിട്ട് എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും. പക്ഷെ ഞാനിവിടെ ഇതെല്ലാം പൗഡറാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ്, കുരുമുളക്, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഞാനൊന്ന് പൗഡറാക്കിയിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതാ പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടെ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ അതാ 5 മിനിറ്റ് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഈ ബസുമതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബസുമതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എന്താ ഇത് തണുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഞാനിതാ പട്ട, ഗ്രാമ്പ്, ഏലക്ക, സ്റ്റാർ അനീസ്, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം ഞാനിതവിടെ മിക്സി ജാറിലിട്ടിട്ട് പൗഡറാക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അതേ ജാറിലേക്ക് തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്ന റൈസ് എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു വിസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വിസിൽ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ റൈസ് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഈ റൈസ് ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന റൈസ് എല്ലാം അവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പൗഡറാക്കി വെച്ചിരുന്ന ആ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, സ്റ്റാർ അനീസ്, കുരുമുളക്, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നമ്മൾ പൗഡറാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളിതിലേക്ക് പൗഡറാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഹോൾ സ്പൈസസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പക്ഷെ ഞാനിവിടെ ഇതെല്ലാം കൂടെ പൗഡറാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മുടെ ആ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവോളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബേ ലീഫും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഞാനിതവിടെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക് നമ്മൾ ചതച്ച് വെച്ചിട്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ചോറ് വേവിക്കുമ്പോൾ, അരി വേവിക്കുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ടൊമാറ്റോയും സവോളയും വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് കൂടിപ്പോരുത്. ഞാനിവിടെ ചോറ് വേവിക്കുമ്പോൾ 1 ടേബിൾ സ്പൂണും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് നമ്മൾ അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരാനായിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന്